ബിബി എന്നോട് സ്ഥിരം ചോദിക്കുന്ന ഒരു കാര്യമാണ്, നീ എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷിച്ചിട്ട് ഇപ്പം എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ എന്തോ കളഞ്ഞു പോയാൽ പോലെ അങ്ങോട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് ചോദിക്കും. ഐ ഡോണ്ട് ഹാവ് ആൻ ആൻസർ ഫോർ ദാറ്റ് ബിക്കോസ് ഇറ്റ് മേ ബി ബിക്കോസ് ഓഫ് ദീസ് ന്യൂറോകെമിക്കൽ ഇംബാലൻസ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ മൈ ബ്രെയിൻ. ആൻറ്റി കുഴപ്പമൊന്നുമില്ല, ഒന്നുമില്ല, നത്തിങ് ഇസ് ഹാപ്പനിങ്. വാട്ട്സ് ദ ഫുൾ വീഡിയോ, അപ്പോൾ മനസ്സിലാവും സംഭവം എന്താണെന്നുള്ളത്. ഹേ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം ഷിയോൺ സജി മ്യൂസിക്. കഴിഞ്ഞ വീഡിയോയുടെ വെരി വാം റെസ്പോൺസസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നലെയാണ് ഞാൻ ആ സംഭവം സ്റ്റാറ്റസിലും സ്റ്റോറിയിലൊക്കെ ഇടുന്നത്. അപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ കണ്ടു, ഒരുപാട് പേര് ഞെട്ടി. എൻ്റെ ആൻറ്റിമാരൊക്കെ പെട്ടെന്ന് ഞെട്ടിയിട്ട് സിജി ആൻറ്റിയൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു. ആൻഡ് ലൈക്ക് ഷി വാസ് ലൈക്ക്, ഓക്കെ വാട്ട് ഈസ് ഹാപ്പനിങ് ടു യു, ഐ യു ഹിയർ അറൗണ്ട്? ആൻഡ് ഐ വാസ് ലൈക്ക്, ആൻറ്റി കുഴപ്പമൊന്നുമില്ല, ഒന്നുമില്ല, നത്തിങ് ഇസ് ഹാപ്പനിങ്, വാട്ട്സ് ദ ഫുൾ വീഡിയോ. അപ്പോൾ മനസ്സിലാവും സംഭവം എന്താണെന്നുള്ളത്. നിങ്ങൾ സ്റ്റാറ്റസിലിട്ട ആ ചെറിയ പോർഷൻ മാത്രം കണ്ടിട്ട് എന്താണ് സംഭവം എന്ന് പെട്ടെന്ന് ആൾക്കാർ നോക്കുമ്പോഴത്തേക്ക് ഞാനെന്തോ കരയുന്നു എന്നൊക്കെ. സോ മെയിൻലി വി വർ ടോക്കിംഗ് അബൌട്ട് ഫൈബ്രോമയൽജിയ. ഇറ്റ് ഹാസ് ബീൻ എ സിറ്റുവേഷൻ ദാറ്റ് ഹസ് ബീൻ വിത്ത് മീ സിൻസ് 6 to 7 years, and I was talking about my experience and the current situation that I was going through, that is with a combination of fibromyalgia and migraine that I recently got. അത് ജനറ്റിക് ഇഷ്യൂ ആസ് വെൽ എസ് ജനറ്റിക് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യമായിട്ട് വീട്ടിലുള്ളവർക്ക് ഈ രണ്ട് സംഭവമുണ്ട്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരാറുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് ഇത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഫൈബ്രോമയൽജിയ ഉള്ള ആൾക്കാർക്ക് മൈഗ്രെയിനും കൂടെ വരുന്നത് സാധാരണയായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയുന്നു. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരൊറ്റ കാര്യമുള്ളൂ, മൈഗ്രെയിനൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിലും ഈ വല്ലപ്പോഴും ഒക്കെ അല്ലേ മൈഗ്രെയിൻ്റെ ട്രിഗർ വരിക. ഇതിപ്പോൾ എല്ലാ ദിവസവും കുറേ ദിവസം കൊണ്ട് തലവേദന ഉണ്ട്, അതെന്തുകൊണ്ട് മാറുന്നില്ല എന്നുള്ളത് മാത്രമേ എനിക്കൊരു സംശയമുള്ളൂ. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്. ഇന്നപ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് എൻ്റെ ഫൈബ്രോമയൽജിയെ പറ്റിയല്ല, എൻ്റെ മൈഗ്രെയിനെയും പറ്റിയല്ല. എനിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടോ എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം, ഹൗ യു ക്യാൻ സെൽഫ് റിഫ്ലക്റ്റ് ആൻഡ് റെക്കഗ്നൈസ് യുവർ പൊട്ടൻഷ്യൽ സൈൻസ്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ കുറേ കാലം കൊണ്ട് ഈ ഒരു സിറ്റുവേഷനും കൂടെ കടന്നു പോകണം, ബട്ട് യു കാൺട്ട് റെക്കഗ്നൈസ് ദ സൈൻസ്. യു മൈറ്റ് ബി എക്സ്പീരിയൻസിങ് ഇറ്റ്, ബട്ട് ദെൻ യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ആൻഡ് യു ബീൻ സഫറിങ് ത്രൂ ദിസ്. ഇങ്ങനെ ഒരു സിറ്റുവേഷന് സഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയാതെ നിങ്ങൾ ഈ ഒരു സാധനം സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൗ യു ക്യാൻ റെക്കഗ്നൈസ് ഇറ്റ് ആൻഡ് ഹൗ യു ക്യാൻ സീക്ക് മെഡിക്കൽ അഡ്വൈസ് ഓർ ഹൗ യു ക്യാൻ ഗെറ്റ് ബെറ്റർ ഹെൽപ്പ് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഇസ് ഫൈബ്രോമയൽജിയ ഇൻ സിമ്പിൾ ആൻഡ് but a scientific, what is fibromyalgia? A very simple but a scientific explanation. That is like നമ്മുടെ ബ്രെയിനും നമ്മുടെ ഈ ന്യൂറോൺസും ഉണ്ടല്ലോ, സ്പൈനൽ കോഡും, ആ സാധനവും ഈ പെയിൻ സിഗ്നൽസ് പ്രോസസ്സ് ചെയ്യുന്നതിൽ ചെറിയൊരു കളി കളിക്കുന്ന ഒരു സംഭവമാണ്. അവരെ പെയിൻ സിഗ്നൽസ് പ്രോസസ്സ് ചെയ്യുന്നതിനകത്ത് ദേ മിസ്ജഡ്ജ് ഇറ്റ്. ലൈക്ക് പെയിൻ ഉണ്ടെന്ന് നമ്മളെ തോന്നിപ്പിക്കും, പക്ഷെ പെയിൻ ശരിക്കും ഉണ്ടാവില്ല. നമ്മുടെ ഈ കൈ മുറിഞ്ഞിരിക്കുമ്പോൾ ഉള്ള പെയിൻ പോലെ അല്ലാന്നുണ്ടെങ്കിൽ കയ്യിലിപ്പോൾ കൈ ചതഞ്ഞു എന്ന് നമ്മളെ തോന്നിപ്പിക്കും. കൈ ചതഞ്ഞ പോലത്തെ വേദന വരും ചിലപ്പോൾ, പക്ഷെ ചതഞ്ഞിട്ടുണ്ടാവില്ല. വേദന ഉണ്ടാവാനുള്ളൊരു കാരണം ഉണ്ടാവില്ല, ബട്ട് ദെൻ വി ഫീൽ എ പെയിൻ. ഞാനൊരു ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാണ്, കൈ ചതഞ്ഞ പോലത്തെ വേദന ആയിരിക്കില്ല വരുന്നത്. വി ഫീൽ പെയിൻ ഈവൻ ഇൻ ദി വെരി സ്മോൾ ജോയിൻറ്റ്സ്. അതിൻ്റെ ഒരു ചെറിയൊരു ഇത് ഞാൻ വായിച്ചു തരാം. Fibromyalgia is a chronic neurological disorder that affects how the brain and spinal cord processes the pain signals. Even when there is no actual injury, the nervous system sends false pain messages, making your body feel intense, widespread pain and fatigue. അതാണ് ശരിക്കും പറഞ്ഞാൽ സംഭവിക്കുന്നത്. ഈ ശരിക്കും പെയിനൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും നമുക്ക് പെയിൻ ഭയങ്കരമായിട്ട് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ വരും. നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം ഹൈപ്പർ സെൻസിറ്റീവ് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ന്യൂറോൺസ് ഉള്ള ഈ നെർവസ് സിസ്റ്റം എവിടെയൊക്കെയാണോ കണക്ട് ചെയ്തേക്കുന്നത് ആ ഭാഗത്തെല്ലാം നമുക്ക് ഒരു പിരിഞ്ഞു മുറുകുന്ന രീതിയിലുള്ള വേദനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഈ ഒരു സംഭവമാണ് ഉണ്ടാകുന്നത്. ഇത് സംഭവിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹോർമോണൽ ഇംബാലൻസും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നുണ്ട്. ഡോപ്പമിൻ ഇംബാലൻസ് വരും, ന്യൂറോ കെമിക്കൽ ഇംബാലൻസ് അവിടെ സംഭവിക്കുന്നുണ്ട്. ഹോർമോണൽ എന്ന് പറയുമ്പോൾ ന്യൂറോ കെമിക്കൽ ഇംബാലൻസ് തന്നെയാണ്. അപ്പോൾ അവിടെ സെറട്ടോണിൻ കുറയും. സെറട്ടോണിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി ഹോർമോണാണ്. ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ ഹാപ്പി ഹോർമോണാണ്. നോറഫിനെഫ്രിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഹാപ്പി ഹോർമോണാണെന്നാണ് എൻ്റെ വിശ്വാസം. ഈ മൂന്ന് സാധനങ്ങളും ഡിസ്ട്രപ്റ്റഡ് ആവും. ഇത് മൂന്നും കുറയുമ്പോഴത്തേക്കും നമുക്ക് ആങ്സൈറ്റി, ഡിപ്രഷൻ ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ മൂഡ് സ്വിങ്സ് ക്രിയേറ്റ് ആവും.
അപ്പോൾ നമ്മുടെ സന്തോഷം പോവും. നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള മൂഡ് സ്വിങ്സും മൂഡ് ഡിസ്ട്രപ്ഷൻസും ഒക്കെ ഉണ്ടായിട്ട്, ഇപ്പോൾ ബിബി എന്നോട് സ്ഥിരം ചോദിക്കുന്നൊരു കാര്യമാണ്, നീ എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷിച്ചിട്ട് ഇപ്പോൾ എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ എന്തോ കളഞ്ഞു പോയ അണ്ണാനെ പോലെ അങ്ങോട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് ചോദിക്കും. And I don't have an answer for that because it may be because of these neurochemical imbalance that is happening in my brain. That is because of this condition that I'm going through right now. ഈ എന്താണ് impaired pain getting the brain to filter out unnecessary pain signals. That is the main thing. ബ്രെയിനിന് ഈ അൺനെസസറി ആയിട്ടുള്ള പെയിൻ സിഗ്നൽസ് ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബ്രെയിൻ വിചാരിക്കും അയ്യോ അവിടെ വേദനയുണ്ട്. മേ ബി അതുകൊണ്ട് തന്നെ ആയിരിക്കും എൻ്റെ തലവേദന ഇങ്ങനെ തന്നെ പെർസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. ഈ ഒരു 1 month മെഡിക്കേഷനാണ് എനിക്ക് തന്നത്. 1 month മെഡിക്കേഷൻ കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു സിറ്റുവേഷനൊരു ചേഞ്ചും വ്യത്യാസം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ഇങ്ങനെ ഈ ഒരു സിംറ്റംസ് നിങ്ങൾക്ക് കണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ 3 സിംറ്റംസ് പറഞ്ഞു, അതെന്തായാലും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇഫ് യു ആർ ഹൈപ്പർ സെൻസിറ്റീവ്, ലൈക്ക് ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ദേഹത്തിൻ്റെ ഭാഗങ്ങളിൽ പെയിൻ ഉണ്ട്, ഇപ്പോൾ മേ ബി യുവർ ജോയിൻറ്റ്സ്, മേ ബി യുവർ മസിൽസ്. എനിക്ക് മെയിനായിട്ട് പെയിൻ വരുന്നൊരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് എനിക്ക് പെയിൻ ഉണ്ട്. പിന്നെ ദിസ് പോർഷൻ ഓഫ് മൈ നെക്ക്, ലൈക്ക് മൈ ഷോൾഡേഴ്സ്, ഈ ഭാഗത്ത് നമ്മളിപ്പോൾ ബാഗൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് തൂക്കുന്ന ഭാഗം, അവിടെയായിരുന്നു എനിക്ക് ആദ്യം തൊട്ട് പെയിൻ വരുന്ന ഭാഗം. പിന്നെ നോർമലി നമുക്ക് ഇപ്പോൾ ഒരു ടയർഡ്നെസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം പെയിൻ വരുന്നൊരു ഏരിയയാണ് ഈ ബാക്കിൻ്റെ പോർഷൻ എന്ന് പറയുന്നത്. അവിടെ പെയിൻ വരുന്നുണ്ട്. അങ്ങനത്തെ ലൈക്ക് ആ ഒരു പോർഷൻസൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് വരുന്നത്. ഓരോരുത്തർക്കും ഓരോ ഭാഗത്തായിരിക്കും ഇതിൻ്റെ വേദന വരിക. അപ്പോൾ ഇങ്ങനെ ഒരു കാരണമില്ലാതെ നിങ്ങൾക്ക് എവിടെയെങ്കിലും വേദന വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, സ്ഥിരമായിട്ട് വേദന വരുന്നു, ബട്ട് യു ഡോണ്ട് ഹാവ് എനി കൈൻഡ് ഓഫ് ബ്രൂസസ് ഓർ എനി കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ദെയർ, മേക്ക് ഷുവർ if this rings a bell, make sure to get a consultation done that might give you a help, that might help you കുറച്ചുകൂടെ നിങ്ങളുടെ ലൈഫിൽ കുറച്ചൊന്ന് ബെറ്റർ ആവാനായിട്ട്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ബെറ്റർ ആക്കാനായിട്ട് ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിന് പറയുന്നുണ്ട്. യോഗ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പിന്നെന്തോ മഗ്നീഷ്യം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളെ പറ്റി ഇതിന് പറയുന്നുണ്ട്. പക്ഷെ അതിനെപ്പറ്റിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഫിസിയോതെറാപ്പിയാണ്. പിന്നെ ഓൾമോസ്റ്റ് 1 week പല ടൈം ഗ്യാപ്സിലായിട്ട് ഞാൻ സ്റ്റെറോയിഡ്സ് എടുത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ഫിസിയോതെറാപ്പിയാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതല്ലാതെ എക്സസൈസസ് തന്നിട്ടുണ്ട്. എക്സസൈസസ് എല്ലാ സമയത്തും ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടു ബി ഓണസ്റ്റ്, ഐ ഹാവൻ ഫോളോഡ് പ്രോപ്പർ എക്സസൈസസ്. ദാറ്റ്സ് എ ഫ്ലോ, ദാറ്റ്സ് എ വെരി ബാഡ് ഫ്ലോ ദറ്റ് ഐ ഹാവ്. നമ്മൾ പ്രോപ്പറായിട്ടൊരു എക്സസൈസ് പാറ്റേൺ ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ മസിൽസിനെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്ത് നിർത്താനും, ഈ പറയുന്ന എന്താ പറയുക പെയിൻ സിഗ്നൽസ് വരും, ലൈക്ക് പെയിൻ സിഗ്നൽസിൻ്റെ സംഭവം ഇത് വരുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ മസിൽസ് സ്ട്രെങ്ത് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിനെ ഒന്ന് റെസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുകയും മസിൽസ് ടൈറ്റ് ആവാതിരിക്കുകയും ചെയ്യും. വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഈ പെയിൻ സിഗ്നൽസ് വന്ന് ഈ ഒരു പെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മസിൽ, ആ ഭാഗത്തെ മസിൽ ടൈറ്റ് ആവുകയാണ് ചെയ്യുക. ഈ ബ്രെയിനിൻ്റെ ഈ പെയിൻ സിഗ്നൽസ് വരുന്ന സമയത്ത് വടാമായിട്ടല്ലേ നമുക്ക് ഈ പ്രിഫേർഡ് പോർഷനിൽ ഇങ്ങനൊരു സാധനം ഉണ്ട് എന്നുള്ളൊരു തോന്നൽ വന്ന് പെയിൻ സിഗ്നൽ വരുമ്പോഴത്തേക്ക് ബ്രെയിനിൻ്റെ റിഫ്ലെക്സ് ആക്ഷനാണ് ടു മേക്ക് ദ മസിൽ ഇൻ ദാറ്റ് പോർഷൻ ടു ബി സ്റ്റിഫ്. ആൻഡ് വെൻ ദാറ്റ് ഹാപ്പൻസ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള മസിൽ ടൈറ്റ്നസ് വരും. ആ മസിൽ ടൈറ്റ്നസ് വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, ദാറ്റ് ഈസ് എക്സസൈസ് ഓർ ദ നെക്സ്റ്റ് ഓപ്ഷൻ വെൻ ഇറ്റ് ബിക്കംസ് സ്റ്റിഫ് ഇസ് ഫിസിയോതെറാപ്പി. പിന്നെ അതിന് യോഗ ഇസ് അനദർ ടൈപ്പ് ഓഫ് എക്സസൈസ് ദറ്റ് യു ക്യാൻ ഡു. ബട്ട് ദെൻ അതല്ലാതെ ഉള്ള എക്സസൈസുകളും നമുക്ക് റെഗുലറായിട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ യു ക്യാൻ പ്രിവെൻറ്റ് ദിസ്. ഫ്രം കാര്യം മനസ്സിലായല്ലോ. ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ പറഞ്ഞു തന്ന കാര്യം എന്തായാലും മനസ്സിലായി. റെഗുലറായിട്ടുള്ള എക്സസൈസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. സ്ട്രെച്ചിങ് എക്സസൈസുകൾ, ബോഡി ഫുള്ള് സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് റിയലി ഗുഡ് ഫോർ യുവർ ബോഡി. എനർജി ക്രാഷുകൾ ഭയങ്കരമായിട്ടുണ്ടാകും. ബിക്കോസ് ഈ പെയിൻ സിഗ്നൽസിനെ പ്രോസസ്സ് ചെയ്യാനും ഈ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇത് ചെയ്യുമ്പോഴത്തേക്ക് ബ്രെയിൻ ഭയങ്കരമായിട്ടുള്ള എനർജി വലിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ സെൽസിലെ ബാക്കിയുള്ള സെൽസിലെയും മൈറ്റോകോൺട്രിയ ഭയങ്കരമായിട്ട് എനർജി അങ്ങോട്ട് കൊടുക്കും. അതുകൊണ്ട് എനർജി ക്രാഷസ് ഉണ്ടാകും. അതുകൊണ്ട് ലോങ്
ഫറ്റീഗ്സ്. എത്ര ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാലും പിന്നെയും ഭയങ്കര ക്ഷീണമായിട്ട് എഴുന്നേൽക്കുക എന്ന് പറയുന്നൊരു പരിപാടി നമുക്കുണ്ടാവും. പിന്നെ ഉറക്കമില്ലായ്മ എന്ന് പറയുന്ന സാധനം ഇതിൻ്റെ ഒരു കൂടപ്പറപ്പാണ്. ലൈക്ക് ലോങ് hours of sleeplessness is a very bad side effect of this condition. That is also a very big problem. If you have long hours of sleeplessness, also you have to consult a doctor immediately. Long hours of sleeplessness, ആവശ്യമില്ലാത്ത പെയിൻസ് ഇൻ സം പാർട്സ് ഓഫ് യുവർ ബോഡി, ലോ മൂഡ്സ്, ആവശ്യമില്ലാത്ത ലോ മൂഡ്സ്, ആങ്സൈറ്റി പ്രോബ്ലംസ്, ഡിപ്രഷൻ കൈൻഡ് ഓഫ് തിങ്സ് ദാറ്റ് ഈസ് ഹാപ്പനിങ് അറൗണ്ട് യു, ലോ എനർജി, ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം ലൈഫിൽ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് മൈറ്റ് നോട്ട് ബി ബിക്കോസ് ഓഫ് എനി അതർ അണ്ടർലൈങ് കണ്ടീഷൻ. ഇറ്റ് മൈറ്റ് ബി ബിക്കോസ് ഓഫ് ഫൈബ്രോമയാൽജിയ ദാറ്റ് ഈസ് ഹാപ്പനിങ്. ഇതിന് പ്രത്യേകിച്ച് റീസൺ ഒന്നും വേണമെന്നില്ല. ദിസ് മൈറ്റ് ബി ബിക്കോസ് ഓഫ് യുവർ ചിലപ്പോൾ ഒരു ജനറ്റിക് ആയിട്ട് നിങ്ങളുടെ ശരീരത്തിലുണ്ടായിട്ടുണ്ടാവുന്ന സംഭവമാണ്. മേ ബി ഏജ് കൊണ്ട്, ചിലപ്പോൾ ഏജ് കൊണ്ട് വരുന്ന കാര്യമൊന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 16 വയസ്സെങ്ങാണ്ട് ഉണ്ടായിരുന്ന സമയത്ത് വന്നതാണ്. അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മേ ബി ഏതെങ്കിലും ഒരു സമയത്ത് ഭയങ്കരമായിട്ട് സ്ട്രെസ് എടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ ഭാഗമായിട്ട് വന്നൊരു സംഭവമായിരിക്കാം. ഏതെങ്കിലും വേറെന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ കാരണം ബോഡിയിൽ സ്ട്രെസ്സ്, ഇപ്പോൾ ഫിസിക്കൽ സ്ട്രെസ്സോ മെൻ്റൽ സ്ട്രെസ്സോ ആയിരിക്കില്ല, ബോഡിക്കല്ലാതെ എന്തെങ്കിലും സ്ട്രെസ്സ് വന്നപ്പോഴത്തേക്ക് ഉണ്ടായൊരു സംഭവമായിരിക്കാം. ഇപ്പോൾ ചിലർക്ക് പ്രഗ്നൻസി കഴിയുമ്പോഴത്തേക്ക് തൈറോയിഡ് വരുന്നു, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ വരത്തില്ലേ. അപ്പോൾ അതുപോലെ എന്തെങ്കിലും സംഭവത്തിൽ വന്നതായിരിക്കാം. അങ്ങനെ എന്ത് കാര്യമാവാം. So self-check questions. These are the self-check questions. Do you experience pain in multiple areas of your body every day for at least 3 months? Does touching or bumping into things hurt more than it should? Question. Do you wake up tired no matter how long you sleep? Do you often forget simple things or feel mentally foggy? ഫൈബ്രോഫോഗ്. പെട്ടെന്ന് മറന്നു പോകും. ഒരു ഫോഗ് പോലെ ഭയങ്കരമായിട്ട് ഒരു ഇങ്ങനെ മറന്നുപോയേ എന്നൊരു തോന്നൽ വരാറുണ്ടോ? ഡു യു ഫീൽ ലൈക്ക് യു ആർ സിക്ക് ബട്ട് നോ വൺ ഫൈൻഡ്സ് എനിത്തിങ് ഇൻ യുവർ ടെസ്റ്റ്? വയ്യ എന്നുള്ളൊരു തോന്നൽ എപ്പോഴും വരാറുണ്ട്. എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും ഉള്ളൊരു സാധനമാണ് വയ്യ. പക്ഷെ ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും കാണൂല. അത് ഇതിനെ കൊണ്ടാണെന്നുള്ളൊരു റിയലൈസേഷൻ അമ്മയ്ക്ക് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കില്ല. ഇത് ചിലപ്പോൾ മിക്കവാറും ഒരു 50s കഴിഞ്ഞിട്ടുള്ള ലേഡീസിൽ ഭയങ്കരമായിട്ട് ഉള്ളൊരു സാധനം ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. മേ ബി ഇതായിരിക്കും, ലൈക്ക് നിങ്ങളുടെ ഒരു അണ്ടർലൈങ് റീസൺ എന്ന് പറയുന്നത് ഫൈബ്രോമയാൽജി ആയിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതും ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ. get it tested out. Test illa basically. Get it found out and change your lifestyle. Or maybe when you understand itself, you'll have a difference in your life. Don't stress. Does stress or emotional pressure cause body-wide flare-ups? അതെന്താണ് ഉദ്ദേശിച്ചത്? വീർപ്പ് മുട്ടണ പോലത്തെ സംഭവം, പെട്ടെന്ന് ഇമോഷണൽ പ്രഷറോ സ്ട്രെസ്സോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ബോഡി ഇങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് ചില സമയത്ത് ഇങ്ങനെ സറൗണ്ടിങ് സൗണ്ട്സോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നിൽക്കണം. ഇപ്പോൾ ലൈക്ക് എൻ്റെ അടുത്ത് ഇപ്പോൾ ആരെങ്കിലും വന്നിട്ട് ഇപ്പോൾ എനിക്ക് കുറച്ച് ഡിസ്റ്റർബിങ് ആയിട്ടുള്ള സംസാരമാണെന്ന് വെച്ചോ, കുറച്ച് നേരം സംസാരിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ കുറച്ച് കൂടുതൽ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്ത സാധനമാണെന്ന് വെച്ചോ, അത് എൻ്റെ അടുത്ത് കുറച്ചധികം നേരം വന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയെന്ന് വെച്ചോ, ഒരു മേ ബി ലൈക്ക് ഒരു 3-4 മിനിറ്റ്സ് കൂടുതൽ അത് കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ് ടു മീ ഈസ് ദാറ്റ് എനിക്ക് ബലൂൺ വീർപ്പിച്ച് ഇങ്ങനെ വീർപ്പ് മുട്ടിക്കണ പോലത്തെ ഒരു ഫീലിംഗ് എനിക്കുണ്ടാവും. ഡു യു ഫീൽ ദാറ്റ്? Do you have migraines, IBS, painful periods, anxiety or depression? Do you have all these and also have this? IBS is called irritable bowel syndrome. That is when you have either constipation or നമ്മൾ കഴിക്കുന്ന ഫുഡ് പെട്ടെന്ന് തന്നെ ഡൈജസ്റ്റ് ആയി പെട്ടെന്ന് നമ്മൾ ടോയ്ലറ്റിൽ പോയി അത് പോവാണ്, അങ്ങനെയുള്ളൊരു സംഭവം. ലൈക്ക് നോർമൽ അല്ലാതെ അബ്നോർമലായിട്ട് നമ്മുടെ ബവൽ മൂവ്മെൻറ്റ്സ് പോവുകയാണെന്നുണ്ടെങ്കിൽ വി കോൾ ഇറ്റ് ആൻ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. ഈ ഒരു സംഭവം ഉണ്ടോ എന്നുള്ളതാണ്. എനിക്ക് പണ്ടുണ്ടായിരുന്നു, ഇപ്പം ഇല്ല, ഇപ്പം ഏകദേശം നോർമലാണ് ഗൈസ്. ഇത് അന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു ഡോക്ടേഴ്സ്, അന്ന് ചോദിച്ചായിരുന്നു സ്ട്രെസ് ഉണ്ടോയെന്ന്. അന്ന് ഞാൻ ഇങ്ങനെ
സ്ട്രെസ്സാ? എനിക്ക് സ്ട്രെസ്സൊന്നുമില്ല. അന്ന് സ്കൂളിലെ ടീച്ചർമാരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എന്ത് പറ്റി ഇത്രയും മെലിഞ്ഞിരിക്കുന്നത്? അന്ന് ഐ വാസ് വെരി ലീൻ ഇൻ ദ സെൻസ് ഐ വാസ് ജസ്റ്റ് അറൌണ്ട് 40, I was around 45 kgs or something. I was in 11th standard or something. വെയിറ്റ് വൈസ് ഓക്കെ ആയിരുന്നു, പക്ഷേ ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ IBS ആണെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് പറഞ്ഞു, സിംറ്റംസ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ ഞാൻ എന്തെങ്കിലും ആഹാരം കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ എനിക്ക് വാഷ്റൂം പോകണം. മീൻസ് അത് അപ്പം മെറ്റബോളിസം റേറ്റ് കൂടുതൽ കാരണം IBS ഇതായതാണെന്ന് പറഞ്ഞാൽ അതിനെ ഫോളോ ചെയ്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബ്രോമയാലജി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് ലൈക്ക് വി ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ദിസ്. കാരണം ഫൈബ്രോമയാലജി വരും എന്നുള്ളൊരു പ്രതീക്ഷയില്ലല്ലോ, മീൻസ് അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ. പിന്നെ periods was always painful and it is still painful for me. അതിനെ അവിടെ പറഞ്ഞത് ഒരു കാര്യമില്ല. So IBS is called irritable bowel syndrome. You can Google it actually. ചിലർക്ക് അത് പലർക്കും പല രീതിയിലാണ് വരിക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ്, ഞാൻ എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് ഇവിടെ സൈഡിൽ പോയിൻറ്റ്സ് കൊടുക്കാം. ദീസ് ആർ സെൽഫ് ചെക്ക് ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസിൽ ഈ സംഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ യു ഗെറ്റ് ഹെൽപ്പ് വെരി സൂൺ ആൻഡ് ഗെറ്റ് യുവർ സെൽഫ് എ ലിറ്റിൽ നിങ്ങളെ കുറച്ചുകൂടെ സ്നേഹിക്കാൻ തുടങ്ങുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്ക് യുവർ സിറ്റുവേഷൻ എ ലിറ്റിൽ ബെറ്റർ, മേക്ക് യുവർ സെൽഫ് എ ലിറ്റിൽ മേക്ക് യുവർ സെൽഫ് ഫീൽ എ ലിറ്റിൽ ബെറ്റർ. കുറച്ച് എന്തായാലും നിങ്ങളെ കുറച്ചൊന്ന് സ്നേഹിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സിറ്റുവേഷൻ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റും. നിങ്ങൾ ഇത്രയും ഈ വൃത്തികെട്ട സിറ്റുവേഷൻ, ഈ വൃത്തികെട്ട പെയിനും സഹിക്കേണ്ട ഒരു ആവശ്യമില്ല. ഗെറ്റ് യുവർ സെൽഫ് എ ലിറ്റിൽ ബിറ്റ് ട്രീറ്റ്മെൻറ്റ്, ഗെറ്റ് യുവർ സെൽഫ് എ ലിറ്റിൽ ബിറ്റ് റെസ്റ്റ് ആൻഡ് ബി ഹാപ്പി ഗൈസ്. Being happy is the most of all. Being happy is the base of all these, and being happy is the base, like, is the baseline of all this. If you are happy, ഇതൊക്കെ പകുതി സാധനം മാറി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഞാനും ഹാപ്പിയാണ്. ഗിവിങ് യു ഓൾ ദ ഹാപ്പിനെസ്. ആൻഡ് ഒരു സാധനം കൂടെ പറഞ്ഞുതരാം. ഫൈബ്രോമയാലജി വന്നു കഴിഞ്ഞാൽ ഫൈബ്രോമയാലജിയുടെ പെയിൻ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത് ഇതും കൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഇഫ് യു ഹാവ് ഇറ്റ് ഓർ നോട്ട്, യു ക്യാൻ ഈസിലി സെൽഫ് റെക്കഗ്നൈസ് ഇറ്റ്. വാട്ട് ഇറ്റ് ഡസ് ടു യുവർ മസിൽസ് ആൻഡ് ജോയിൻറ്റ്സ്. കോൺസ്റ്റൻറ്റ് പെയിൻ ഇൻ യുവർ മസിൽസ്, ടെൻഡൻസ് ആൻഡ് ലിഗമെൻറ്റ്സ്. Pain moves around and it's really unpredictable. Feels like deep bruises or like it's burning. And what it does to your nervous system. Misfiring of pain signals in the brain and spinal cords. Increased sensitivity to noise, light, touch and temperature. Imagine if you are a person working in sound, light and everything, and you get sensitive to light, touch, temperature and everything. ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു സാധനത്തിനകത്ത് സെൻസിറ്റീവ് ആയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? സൂപ്പർ അല്ലേ? അതുകൊണ്ട് ഗെറ്റ് യുവർ ട്രീറ്റ്മെൻറ്റ്സ് വെരി ഫാസ്റ്റ് ഇഫ് യു ആർ ഇൻ ദാറ്റ്. ഫൈബ്രോ ഫോഗ്, മെമ്മറി ഇഷ്യൂസ് ഇൻ ബ്രെയിൻ ഫോഗ്. പെട്ടെന്ന് നിൽക്കുന്ന സമയത്ത് യു ഗെറ്റ് എ ഫോഗ് ആൻഡ് യു ഗെറ്റ് ബ്ലാങ്ക്. ഒരു ചിലപ്പോൾ ഒരു 6 to 7 seconds ആയിരിക്കും ലാസ്റ്റ് ചെയ്യുന്നത്, പക്ഷെ പെട്ടെന്നൊന്ന് ഫുള്ളി ബ്ലാങ്ക് ആയി പോവുക. ഇങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ടേക്ക് മെഡിക്കൽ ഹെൽപ്പ് വെരി സൂൺ. സ്ലീപ്പ് സിസ്റ്റം, ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഡീപ്പ് സ്ലീപ്പ് ഇസ് ഡിസ്ട്രപ്റ്റഡ്. ബോഡി ഡസൻ റിക്കവർ ഓവർനൈറ്റ്. ഓവർനൈറ്റ് സ്ലീപ്പ് വിൽ നെവർ ബി ഇനഫ് ഫോർ യു. വേക്കിംഗ് അപ്പ് ടയേർഡ്, stiff or with headaches. Always waking up tired, always stiff and with headaches. Digestive system, IBS like symptoms, bloating, constipation, diarrhea. ഈ സാധനം നിങ്ങളുടെ കൂടെ പുറപ്പായിരിക്കും. ഗട്ട് ബ്രെയിൻ കണക്ഷൻ ഡിസ്ട്രപ്റ്റഡ് ആയിരിക്കും. മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത്, ഹൈ ലെവൽസ് ഓഫ് സ്ട്രെസ്, ആങ്സൈറ്റി ആൻഡ് പാനിക്. ഡിപ്രഷൻ ഡ്യൂ ടു പ്രൊലോങ് സഫറിങ് ആൻഡ് ഐസൊലേഷൻ. ബോഡി ഈസ് ഓൾവേസ് ഓൺ ഹൈ അലേർട്ട് ലൈക്ക് ഇൻ ട്രോമ. പെട്ടെന്ന് ഞെട്ടി എണീക്കുക, പെട്ടെന്ന് പാനിക്കാവുക, ലൈക്ക് എപ്പോഴും ഒരു വല്ലാത്തൊരു ഫീലിംഗ്, ഇങ്ങനെ ഹാർട്ട് ബേൺസും ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഡു യു വാണ്ട് ദിസ് ടു കണ്ടിന്യൂ ഇൻ യുവർ ലൈഫ് ഓർ ഡു യു ജസ്റ്റ് വാണ്ട് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ ദിസ്? യു ഡിസൈഡ് ഇറ്റ് ഫോർ യുവർ സെൽഫ്. സോ ആലോചിക്കുക, നിങ്ങളും ഈ ഒരു
സഫറിങ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണെന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ യു ഗെറ്റ് യുവർ ഹെൽപ്പ്. So see you in the next video, and when you watch my next video, make sure you go and get some help. And നിങ്ങൾ എങ്ങാനും ഇതിൻ്റെ പാട്ടാണെന്നുണ്ടെങ്കിൽ, and if you need any help, make sure you text me or you comment down in this comment box. കഴിഞ്ഞ വീഡിയോയിൽ ആരും കമൻറ്റ് ഇട്ടിട്ടില്ല. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ആൻഡ് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓർക്കണം. ഓക്കെ, bye bye. Love you all.